നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ആന്റി, എനിക്കെന്തോ ഇത് വർക്ക്ഔട്ട് ആവുമെന്നൊരു സംശയം. വർക്ക്ഔട്ട് ആവും മോളെ. ഒന്നും കാണാതെ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുക്കില്ല. അല്ല, ഇനി എന്താ അടുത്ത പ്ലാൻ? ഇപ്പൊ തന്നെ നമ്മൾ പോയി കുടുംബ ജ്യോത്സ്യരെ കാണുന്നു. എന്നിട്ട് അടുത്തത് എന്താണെന്ന് തീരുമാനിക്കാൻ പറ്റും. കുടുംബ ജ്യോത്സ്യരെന്ന് പറയുമ്പോ അല്ല, അതാരാ? ഞങ്ങളുടെ അല്ല, ദേവേട്ടന്റെ കുടുംബ ജ്യോത്സ്യരാ. ആ തിരുമേനിയെ കയ്യിലെടുത്താലേ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവും. സാധാരണ ദേവേട്ടനാ ഏത് കാര്യത്തിനും തിരുമേനിയെ കാണാറ്. പക്ഷേ ഇന്ന് നമ്മൾ പോകും, അതും ദേവേട്ടൻ അറിയാതെ. അപ്പോ ആ ജ്യോത്സ്യൻ അങ്കിളിനോട് പറയില്ലേ? അതിനൊക്കെ വഴിയുണ്ട് മോളെ. ചില സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് വിജയിക്കാൻ ഒരു വഴിയുണ്ട്. അതാണ് നമ്മുടെ കണ്ണുനീര്. എത്ര വലിയ ജ്വാലയായാലും നമ്മൾ എന്നും ആത്മാർത്ഥമായി കരഞ്ഞ ആ ജ്വാല അങ്ങ് അണയും. ഓക്കെ ആന്റി, ആന്റിയുടെ ആത്മവിശ്വാസം എനിക്കിഷ്ടപ്പെട്ടു. കാര്യങ്ങള് ഏതാണ്ട് ഇപ്പൊ എനിക്കും മനസ്സിലാവുന്നുണ്ട്. എന്നാ മോള് വാ. വാ. അവളുടെ സന്തോഷം മാത്രം നമുക്ക് നോക്കിയാൽ മതി സേതു. സൂര്യയെ പിരിഞ്ഞിരിക്കാൻ ഈ കാന്താരി പെണ്ണിന് ആവത്തില്ല. കള്ളിപ്പെണ്ണ. എന്നാലും സംസാരിക്കാൻ എഴുന്നിട്ട് നമ്മളെല്ലാരും ചേച്ചി പറ്റിച്ചില്ലേ? അതെന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടിയാ. കണക്കായി പോയി. ഞാൻ പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ ഞാൻ പഴയ സേതുവാന്ന് പറഞ്ഞ എനിക്ക് പണി തന്നത്. സേതുവിന് അത് അത്ര അത്യാവശ്യം തന്നെയായിരുന്നു. ഭാവനയുടെ ഒരു കാരണമില്ലാതല്ലേ സൂര്യയോടൊന്ന് സംസാരിക്കാൻ പോലും സേതുട്ട് അനുവദിക്കാതിരുന്നേ. അവളിങ്ങനെ വരട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളാരും വേണ്ടല്ലോ അവക്ക്. അല്ല സേതോട്ടാ, ഭാവനേച്ചിയെ സേതോട്ടം വിളിച്ചപ്പോ കൂടെ വരാതിരുന്നെങ്കിൽ സേതോട്ടം വീണ്ടും പഴയ പോലെ ആവുമായിരുന്നോ? അത് ഞാൻ അവളെ ഒന്ന് വരട്ടാൻ വേണ്ടി പറഞ്ഞു. എനിക്ക് തോന്നി സേതുട്ടം വെറുതെ പറഞ്ഞതായിരിക്കും. ആരാടാ? സൂര്യ. ഹലോ സൂര്യ. സേതുട്ടാ, ഭാവനക്ക് എന്തോ പറയണോന്ന്. എന്താ മോളെ? സേതുട്ടാ, സോറി സേതുട്ടാ, എന്റെ മുമ്പില് വേറെ ഒരു വഴിയും കാണാത്തോണ്ടാ ഞാൻ മൗനവ്രതം എടുത്തത്. മനസ്സിലായി. അതിന് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ ഇങ്ങോട്ട് വാ. ഇതിന്റെ പേരിലേ മദ്യപാനത്തിനൊന്നും പോയേക്കരുത്. അത് ഞാൻ ആലോചിക്കട്ടെ എന്താ വേണ്ടെന്ന്. ഭാവനെ, സേതുട്ടൻ വെറുതെ പറഞ്ഞതാട്ടോ. ഇനി സേതുട്ടൻ കുടിക്കാൻ തുടങ്ങിയ ഞാനും കുടിക്കാനാ തീരുമാനം. അതെന്താടാ നീ അത് പറഞ്ഞു ഫോൺ വെച്ചേ? പാവമ്മേ, അവളുടെ മനസ്സ് എത്ര ശുദ്ധമായിട്ടാ പോയോടനെ എന്നെ വിളിച്ച് മാപ്പ് പറഞ്ഞു. അതെ, അതാണ് എന്റെ മോള്. അവള് ചെയ്തത് തെറ്റാന്ന് മനസ്സിലാക്കിയ ആ നിമിഷം അവള് ക്ഷമ പറയും. അത് തന്നെയാ അവളുടെ ഐഡന്റിറ്റി. സേതുട്ടനിപ്പോ അനിയത്തിയോടുള്ള പരിഭവമൊക്കെ മാറിയോ? മാറിമായ അവളുടെ സേതുവേട്ടാന്നുള്ള വിളി കേട്ടപ്പോ തന്നെ എന്റെ മനസ്സങ്ങ് തണുത്തു. അമ്മേ, ഞാനും ഭാനും കൂടി എന്തൊക്കെ ചോദിച്ചെന്നറിയോ? ഭാവനിച്ച് മിണ്ടിയതേ ഇല്ല. അതെ സേതുവേട്ടാ, സങ്കടപ്പെട്ട് വരെ ഞങ്ങൾ സംസാരിച്ചു നോക്കി. എവിടെ ഭാവനേച്ചി കല്ല് പോലെ കിടന്നതല്ലാതെ മിണ്ടിയില്ല. അതെങ്ങനെ മിണ്ടും? മിണ്ടിയാ പിന്നെ തീർന്നില്ലേ? അവളുടെ ഇഷ്ടത്തിനൊത്ത് നിൽക്കാൻ സൂര്യക്കല്ലാതെ മറ്റാർക്കും പറ്റില്ല എന്നുള്ളത് അവൾക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാ അവള് സൂര്യയോടൊപ്പം പോയത്. അത് നേരാമേ, സൂര്യക്ക് ഭാവനയുടെ പൾസർ ചെയ്തു. ആണോ? അതിപ്പോഴാണോ മൊട്ടത്തലേന്ന് മനസ്സിലായത്? ഞാൻ പറയുന്നതിന്റെ ഗൗരവം തിരുമേനി മനസ്സിലാക്കണം. അത്രമാത്രം പ്രയാസത്തിലാ ഞാനിന്ന്. ജയനിർമ്മല പറയുന്നതൊക്കെ കാര്യം തന്നെ. പക്ഷേ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ? സൂര്യ ഭാവനയെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ താലി ആർത്തിക്കൊണ്ടുവന്നത്. അപ്പോ ഒരിക്കലും ഭാവന ഇവിടെ ഒരു തെറ്റുകാരിയാകുന്നില്ല. അതൊക്കെ ശരി തന്നെയാ തിരുമേനി. ഇവിടിപ്പോ എന്റെ വിഷയം അതൊന്നുമല്ല. തിരുമേനിക്കറിയാലോ, എനിക്ക് ആകെയുള്ളത് ആണും പെണ്ണുമായിട്ട് ഒരു മോന. അവനിലൂടെ വേണം എനിക്ക് എന്റെ തലമുറയെ നിലനിർത്താൻ.
ശരീരം തളർന്നു കിടക്കുന്ന ഭാവനയിലൂടെ ഒരിക്കലും എന്റെ മോൻ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല. അത് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് ഞാനിപ്പോ തിരുമേനിയുടെ മുന്നിലേക്ക് വന്നത്. പേരുകേട്ട സൂര്യപ്രഭയിലെ സ്വാമിജി പോലും ഭാവന ഇനി എണീറ്റ് നടക്കുമെന്നോ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്നോ പറഞ്ഞിട്ടില്ല. എനിക്കിവിടെ ഭാവനയോട് ഒരു വിരോധവും ഇല്ല തിരുമേനി. പക്ഷെ എന്റെ മോന്റെ ജീവിതം നശിപ്പിക്കാൻ എനിക്കാവില്ല. അതിനെനിക്ക് തിരുമേനിയുടെ സഹായം വേണം. ഞാൻ ആവശ്യപ്പെടുന്നത് രണ്ട് കുടുംബങ്ങളുടെയും നല്ലതിനു വേണ്ടിയ തിരുമേനി. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും പരസ്പരം കുറ്റപ്പെടുത്താനും പരിതപിക്കാനും അല്ലേ നേരം കാണൂ. ഞാൻ എന്ത് വേണമെന്നാ ജയധർമ്മന്റെ പറയുന്നത്? പറയാം തിരുമേനി. ഭാവനയുടെ വല്യച്ഛൻ വിജയപത്മൻ പോലീസിലൊരു പരാതി കൊടുക്കാൻ പോവുകയാണെന്ന് എനിക്ക് ചെറിയൊരു ന്യൂസ് കിട്ടി. ഭാവനയെ സൂര്യ ലീഗലായിട്ട് വിവാഹം കഴിക്കാതെ താലി കെട്ടിക്കൊണ്ടുവന്ന് വീട്ടിലിട്ട് പീഡിപ്പിക്കുന്നുവെന്നാ പരാതിപ്പെടാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോ ഉറപ്പായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം ഉണ്ടാവും. ഇവിടെ ഞാനൊരു തീരുമാനം എടുക്കും. സൂര്യയുടെയും ഭാവനയുടെയും വിവാഹം നല്ല രീതിയിൽ നടത്തണമെന്ന് ഞാൻ പറയും. അപ്പൊ എന്തായാലും മുഹൂർത്ത ദിവസം നോക്കാനും മുഹൂർത്തം കുറിക്കാനും തിരുമേനിയെ തന്നെ ദേവേട്ടം വിളിക്കും. തിരുമേനി വരികയും ചെയ്യും. വർഷങ്ങളായിട്ട് എന്നെയാണല്ലോ ദേവൻ എന്തിനും വിളിക്കുന്നത്. അതെ തിരുമേനി. അതുകൊണ്ടാ ഞാൻ തിരുമേനിയെ നേരത്തെ കാണാൻ വന്നത്. ഇവിടെ തിരുമേനി വേറൊന്നും ചെയ്യണ്ട. ഭാവനയും സൂര്യയും തമ്മിൽ ഒരിക്കലും ഒരു കുടുംബജീവിതം പാടില്ലെന്നും അങ്ങനെ വന്നാൽ സൂര്യക്കത് ദോഷം ചെയ്യുമെന്നും പറഞ്ഞാ മതി. തിരുമേനി, ഞാനീ പറയുന്നത് പോലെ തിരുമേനി പറഞ്ഞ ഉറപ്പായിട്ടും ഭാവന തന്നെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിക്കോളൂ. ജയധർമ്മനെ പറയുന്ന രീതിക്കാണെങ്കിലും ഭാവന പിന്മാറിയാലും സൂര്യ പിന്മാറില്ലല്ലോ. കേട്ടിടത്തോളം സൂര്യയും ഭാവനയും തമ്മിലുള്ള ബന്ധം ഒരു നിസാര ബന്ധമല്ല. ഭാവനയുടെ ഈ ഒരു അവസ്ഥയിലും സൂര്യ ഭാവനയെ കെയർ ചെയ്യണമെങ്കിൽ അത്രമാത്രം നന്മ ഭാവനയിൽ ഉണ്ടാവണം. രണ്ടുപേരെയും നിർബന്ധിച്ച് അകറ്റാൻ ശ്രമിക്കുന്നതും അകറ്റുന്നതും മഹാപാവമാണ്. കുട്ടിക്കാലത്തെ സൂര്യയുടെ മനസ്സിൽ പതിഞ്ഞത് ഭാവനയുടെ രൂപം മാത്രമല്ല, ക്യാരക്ടർ കൂടിയാണ്. അതുകൊണ്ടാണ് ശരീരം തളർന്നു പോയിട്ടും ഭാവനയെ സൂര്യ തലകെട്ടിയത്. ജയനിർമ്മല പറഞ്ഞതുപോലെ സൂര്യയുടെ നന്മയ്ക്ക് വേണ്ടി ഉറപ്പായും ഭാവന എന്ത് ത്യാഗവും സഹിക്കും. പക്ഷേ അതിന് സൂര്യ കൂട്ടു നിൽക്കണമെന്നില്ലല്ലോ. തിരുമേനി പറഞ്ഞത് 100% സത്യം. രണ്ടുപേരും പരസ്പരം നല്ലതുപോലെ മനസ്സിലാക്കിയവരാ. പക്ഷെ എനിക്കെന്റെ കുടുംബത്തിന്റെ നിലനിൽപ്പ് നോക്കണ്ടേ തിരുമേനി? അതും വേണം. എന്ന് കരുതി ഇല്ലാത്ത ഒരു കഥ ഉണ്ടാക്കി പറയണമെന്ന് ഒരിക്കൽ കൂടി ആലോചിക്കണം.